സുഹൃത്തുക്കളെ, ഇന്നത്തെ ഈ കുറച്ച് നിമിഷത്തെ സംഭാഷണം നിങ്ങൾ പൂർണ്ണ മനസ്സോടെ കേൾക്കുകയാണെങ്കിൽ ഒരുപക്ഷേ നിങ്ങളുടെ എല്ലാ അസ്വസ്ഥതകളും ഭാരങ്ങളും ആശയക്കുഴപ്പങ്ങളും കാർമേഘങ്ങൾക്കിടയിൽ നിന്ന് സൂര്യൻ പെട്ടെന്ന് പുറത്തുവരുന്നതുപോലെ പെട്ടെന്ന് തന്നെ മാഞ്ഞുപോയേക്കാം. കാരണം ഉറക്കമില്ലാത്ത രാത്രികളിൽ നിങ്ങൾ ആലോചിച്ചുകൂട്ടുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ നെഞ്ചിനെ വരിഞ്ഞുമുറുക്കുന്ന ആ ആശങ്കകൾ, ഒരുപക്ഷേ ഇന്നു മുതൽ അത് നിങ്ങളുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിയാനുള്ള കാരണമായി മാറിയേക്കാം. ഒരു അപേക്ഷയുണ്ട്, ഈ വീഡിയോ പാതി വഴിയിൽ ഉപേക്ഷിക്കരുത്. കാരണം ഈ കാര്യങ്ങൾ വെറുതെ കേൾക്കാനുള്ളതല്ല, മറിച്ച് ഹൃദയം കൊണ്ട് അനുഭവിക്കേണ്ടവയാണ്. അത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആ സമാധാനം നിങ്ങൾക്ക് ലഭിക്കും. വരൂ, ഇന്ന് നമുക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാം. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ ജനിക്കുമ്പോൾ നമ്മൾ വെറും കൈയോടെയാണ് വരുന്നത്. ഒരു ഭാരവുമില്ല, ഒരു ആശങ്കയുമില്ല, ഒരു ഭയവുമില്ല. ഉള്ളത് വെറും വിശ്വാസം മാത്രം. എന്നാൽ വളരുംതോറും ഈ വിശ്വാസം പതുക്കെ പതുക്കെ ഉത്കണ്ഠയായി മാറുന്നു. ചെറിയ കാര്യങ്ങൾ പോലും നമ്മുടെ മനസ്സിൽ വലിയ കെട്ടുകളായി മാറുന്നു. ഈ മനസ്സും ആത്മാവും ഒരു തടവറയല്ലെന്ന് നമ്മൾ മറന്നുപോകുന്നു. ചിറകുകൾ വിരിച്ച് പറക്കാൻ കഴിയുമായിരുന്നിട്ടും സ്വയം കയറുകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ട ഒരു പക്ഷിയെപ്പോലെ നമ്മൾ മാറുന്നു. നിങ്ങൾ എപ്പോഴെങ്കിലും സ്വയം ചോദിച്ചിട്ടുണ്ടോ, നിങ്ങൾ ഭയപ്പെടുന്ന കാര്യങ്ങൾ സത്യത്തിൽ നിങ്ങളുടെ കൈകളിലാണോ? അത് സത്യത്തിൽ നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണോ? നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ, നിങ്ങൾക്ക് ജന്മം നൽകിയ ഈ പ്രപഞ്ചം, അതേ പ്രപഞ്ചം തന്നെയാണ് ഓരോ ചെടിക്കും വെള്ളം നൽകുന്നത്, ഓരോ പക്ഷിക്കും ആഹാരം നൽകുന്നു, ഓരോ പുഴയ്ക്കും ഒഴുകാൻ വഴിയൊരുക്കുന്നു. ആ പ്രപഞ്ചത്തിന് നിങ്ങളുടെ ആശങ്കകളെ കൈകാര്യം ചെയ്യാൻ കഴിയില്ലെന്നാണോ നിങ്ങൾ കരുതുന്നത്? ഇതാണ് ഏറ്റവും വലിയ തെറ്റിദ്ധാരണ, അല്ലെങ്കിൽ ഭ്രമം. നമ്മൾ കരുതുന്നു എല്ലാം നമുക്ക് ഒറ്റയ്ക്ക് നിയന്ത്രിക്കാൻ കഴിയുമെന്ന്, നമ്മുടെ ശ്രമങ്ങൾ മാത്രമാണ് എല്ലാമെന്ന്. എന്നാൽ ഈ ഓട്ടത്തിനിടയിൽ നമ്മൾ ഒരു കാര്യം മറക്കുന്നു. ചില സമയങ്ങളിലെല്ലാം വിട്ടുകൊടുക്കുന്നതാണ് ഏറ്റവും വലിയ ശ്രമം. മനസ്സിനുള്ളിലെ എല്ലാ കെട്ടുകളും അഴിച്ച് എല്ലാ ആശങ്കകളും പ്രപഞ്ചത്തിന് സമർപ്പിക്കുന്നതാണ് യഥാർത്ഥ സമാധാനം. കാരണം എല്ലാം നിങ്ങളുടെ കൈപ്പിടിയിലൊതുക്കാൻ ശ്രമിക്കുന്നിടത്തോളം നിങ്ങളുടെ കൈകൾ ഒരിക്കലും കാലിയാകില്ല. കൈകൾ കാലിയായില്ലെങ്കിൽ പുതിയതൊന്നും നിങ്ങൾക്ക് പിടിക്കാനും കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയൊക്കെ ശ്രമിച്ചു, ഇത്രയേറെ കരഞ്ഞു, ഇത്രയേറെ ഓട്ടി, എന്നിട്ടും ഒന്നും നടക്കുന്നില്ലല്ലോ എന്ന് നിങ്ങൾ പലപ്പോഴും ചിന്തിക്കുന്നത്. കാരണം നിങ്ങളൊന്നും വിട്ടുകൊടുത്തില്ല. നിങ്ങളെക്കാൾ 1000 മടങ്ങ് അറിവുള്ള മറ്റൊരു ശക്തിയുണ്ടെന്ന് നിങ്ങൾ വിശ്വസിച്ചില്ല. നിങ്ങളുടെ നാഡിമിടിപ്പിനേക്കാൾ നന്നായി നിങ്ങളെ അറിയുന്ന ശക്തി, നിങ്ങളെക്കാൾ മികച്ച പദ്ധതികൾ ആരുടെ കയ്യിലാണോ ഉള്ളത്, ആ ശക്തിയിൽ നിങ്ങൾ വിശ്വസിച്ചില്ല. ഇനി ഇത് വെറും പുസ്തകത്തിലെ വരികളാണെന്ന് ആർക്കെങ്കിലും പറയാം. യഥാർത്ഥത്തിൽ ആരാണ് നമ്മളെ നോക്കുന്നത്? എങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ ഗാഢമായി ഉറങ്ങുമ്പോൾ ആരാണ് ആ രാത്രിയെ നിയന്ത്രിക്കുന്നത്? നിങ്ങൾ ബോധമില്ലാതെ കിടക്കുമ്പോൾ ആരാണ് നിങ്ങളുടെ ഹൃദയത്തെ മിടിപ്പിക്കുന്നത്? നിങ്ങൾ നിസ്സഹായരായിരിക്കുമ്പോൾ ആരാണ് കാറ്റ് വീശിക്കുന്നത് നിങ്ങൾക്ക് ശ്വസിക്കാൻ? ആരാണ് ഓരോ സൂര്യനെയും ഉദിപ്പിക്കുന്നത്? ആരാണ് ഓരോ ചന്ദ്രനെയും രാത്രി മുഴുവൻ ആകാശത്ത് തൂക്കി നിർത്തുന്നത്? അതുകൊണ്ട് ആ പ്രപഞ്ചത്തിന് അതെല്ലാം നിയന്ത്രിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ ആശങ്കകൾ അതിന് വലിയ കാര്യമാണോ? പറയപ്പെടുന്നു, വിശ്വസിക്കുക എന്നത് ഒരു കലയാണ്. അത് നമ്മൾ സാവധാനം പഠിച്ചെടുക്കണം. പ്രപഞ്ചത്തിൽ വിശ്വസിക്കാൻ പഠിക്കൂ. നിങ്ങളുടെ ഉത്കണ്ഠകളെ പ്രപഞ്ചത്തിന്റെ മടിയിൽ ഇറക്കിവയ്ക്കൂ. അതിന്റെ നിയമം ലളിതമാണ്. ആരാണോ വിട്ടുകൊടുക്കുന്നത് അവരുടെ കൈകളിൽ അതെല്ലാം നൽകുന്നു. ആരാണോ മുറുകെ പിടിക്കുന്നത് അവരിൽ നിന്ന് അത് പതുക്കെയെല്ലാം തിരികെ എടുക്കുന്നു. അതുകൊണ്ട് എല്ലാം ശരിയാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ എല്ലാം എനിക്ക് തന്നെ ചെയ്യാൻ കഴിയും എന്ന തോന്നലിൽ നിന്ന് സ്വയം മോചിതരാകുക. വിശ്വസിക്കൂ, എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം നിങ്ങൾക്കറിയില്ലായിരിക്കാം. പക്ഷേ നിങ്ങളെ സൃഷ്ടിച്ചവന്റെ പക്കൽ എല്ലാ പ്രശ്നത്തിനും പരിഹാരം നേരത്തെ തന്നെയുണ്ട്. നിങ്ങൾ ഇത്രമാത്രം ചെയ്യുക, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഈ ഭാരമിറക്കി പ്രപഞ്ചത്തിന് കൈമാറുക. പറയൂ, ഹേ പ്രപഞ്ചമേ, എനിക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം ഞാൻ ചെയ്തു. ഇനി ഈ ഭാരം നിന്റേതാണ്. നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. ഞാൻ നിന്നെ വിശ്വസിക്കുന്നു. ഈ വാക്കുകൾ നിങ്ങളുടെ ഉള്ളിൽ അത്ഭുതകരമായ ഒരു ശക്തി ഉണർത്തും. ഈ ഒരു വികാരം നിങ്ങളുടെ ചുറ്റും ഒരു കവചം തീർക്കും. പിന്നെ ഒരു ദുഃഖത്തിനും നിങ്ങളുടെ ഉള്ളിലേക്ക് നേരിട്ടിറങ്ങിച്ചെല്ലാൻ കഴിയില്ല. രാപകൽ നിങ്ങൾ ഓർത്ത് കരഞ്ഞ കാര്യങ്ങൾ താനേ പരിഹരിക്കപ്പെടുന്നത് പതുക്കെ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. ഏതോ അദൃശ്യമായ കൈ നിങ്ങളെ താങ്ങുന്നതുപോലെ, ഏതോ കാണാത്ത വെളിച്ചം നിങ്ങളുടെ വഴികൾ തെളിക്കുന്നതുപോലെ. നിങ്ങൾ വിശ്വസിക്കുമ്പോഴാണ് ഈ അത്ഭുതം സംഭവിക്കുന്നത്. നിങ്ങൾ ഇനിയെല്ലാം നിന്റെ കൈകളിൽ എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടി ഓർക്കുക, ഉത്കണ്ഠ ഒരിക്കലും നിങ്ങളുടെ നാളെയെ മികച്ചതാക്കില്ല. അത് നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ നശിപ്പിക്കുക മാത്രമേ ചെയ്യൂ. ഉത്കണ്ഠ കൊണ്ട് ആരുടെയും ഭാവി മാറിയിട്ടില്ല, ഒരു ദുഃഖവും മാഞ്ഞുപോയിട്ടില്ല. എന്നാൽ വിശ്വസിക്കുന്നവരുടെ കണ്ണുകളിൽ ഒരു തിളക്കമുണ്ടാകും. അവരുടെ മുഖത്ത് ഒരു സമാധാനമുണ്ടാകും. അവരുടെ കൂടെ ഒരു മാന്ത്രികതയുണ്ടാകും. കാരണം അവരുടെ ഭാരം ഇപ്പോൾ അവരുടേതല്ലെന്ന് അവർക്കറിയാം. ഇനി നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങൾക്ക് ആ കൂട്ടത്തിൽ ചേരണോ അതോ ഇപ്പോഴും സ്വയം തളർത്തണോ? തീരുമാനം നിങ്ങളുടേതാണ്. എല്ലാ കാര്യങ്ങളും സ്വയം ചുമക്കാൻ വാശിപിടിക്കുന്നവരുടെ നടുവ് പെട്ടെന്ന് വളഞ്ഞുപോകുന്നു. എന്നാൽ ഭാരം ഇറക്കിവെക്കാൻ അറിയുന്നവർ എപ്പോഴും തലയുയർത്തി നടക്കുന്നു. ഇന്നു മുതൽ, ഇപ്പോൾ മുതൽ വിശ്വസിക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നതെല്ലാം ഏതൊക്കെയോ ആഴമേറിയ പദ്ധതിയുടെ ഭാഗമാണ്. ഇനി നടക്കാൻ പോകുന്നതും ഏതൊക്കെയോ വലിയ പദ്ധതിയുടെ ഭാഗമായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ പ്രയാസവും, ഓരോ വളവും, ഓരോ കണ്ണുനീരും പ്രപഞ്ചം
നിങ്ങൾക്കായി എഴുതിയ കഥയിലെ ഓരോ ഏടുകളാണ്, കണ്ണികളാണ്. നിങ്ങൾ എല്ലാ ആശങ്കകളും പ്രപഞ്ചത്തിന് കൈമാറുമ്പോൾ ആ കഥ കൂടുതൽ സുന്ദരമാകും. ഒന്ന് സങ്കൽപ്പിക്കൂ, നിങ്ങൾ കണ്ണുകൾ അടച്ച് ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഇനി ഇതെല്ലാം നിന്റേത് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ നെഞ്ചിലിരുന്ന വലിയ കല്ലുകൾ കാറ്റിൽ പറന്നു പോകുന്നതുപോലെ നിങ്ങളുടെ തോളിലെ ഭാരം ഇറങ്ങിപ്പോയി നിങ്ങൾ മറ്റൊരു ശരീരത്തിൽ എത്തിയതുപോലെ. ഇതൊരു സങ്കല്പമല്ല, ഇതൊരു യാഥാർത്ഥ്യമാണ്. വിശ്വസിച്ചാൽ മാത്രം അനുഭവിക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യം. ഈ വീഡിയോ കേട്ട് നിങ്ങൾ ഇതുവരെ എത്തിയെങ്കിൽ ഒരു ചെറിയ അപേക്ഷയുണ്ട്. താഴെ പോയി ഒരു നല്ല കമന്റ് രേഖപ്പെടുത്തൂ. ഇതിൽ ഏത് കാര്യമാണ് നിങ്ങളുടെ മനസ്സിനെ ഏറ്റവും ആഴത്തിൽ സ്പർശിച്ചത്? ഇത് മറ്റൊരാൾക്ക് ആശ്വാസം നൽകുമെന്ന് തോന്നുന്നുവെങ്കിൽ ദയവായി ഈ വീഡിയോ ഷെയർ ചെയ്യൂ. പിന്നെ ഹൈപ്പ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. നിങ്ങളുടെ ചെറിയൊരു ഇടപെടൽ കൊണ്ട് ഒരുപക്ഷെ മറ്റൊരാളുടെ ഭാരം കുറഞ്ഞേക്കാം. ഇനിയൊന്ന് ദീർഘമായി ശ്വാസമെടുക്കൂ, കണ്ണുകൾ അടയ്ക്കൂ. നിങ്ങൾ ഒറ്റയ്ക്കല്ലെന്ന് തിരിച്ചറിയൂ. നിങ്ങളുടെ ഭാരം ഇനി നിങ്ങളുടേതല്ല, എല്ലാം പ്രപഞ്ചത്തിന് വിട്ടുകൊടുത്തു. നോക്കൂ, ഒരാൾ തന്റെ ഉള്ളിലെ യുദ്ധത്തിൽ തളരുമ്പോൾ അയാളുടെ മുന്നിൽ 2 വഴികളെ ബാക്കിയുണ്ടാകൂ. ഒന്നുകിൽ ആ ഇരുട്ടിൽ തന്നെ ഇഴഞ്ഞു നീങ്ങുക, ഭാരം ചുമന്ന് തകർന്നു വീഴുക, അല്ലെങ്കിൽ ആ ഭാരം ഇറക്കി പ്രപഞ്ചത്തിന്റെ മടിയിൽ വെച്ച് സ്വതന്ത്രനാകുക. വിശ്വസിക്കൂ, ആ വിശ്വാസത്തിന്റെ മാധുര്യം ഒരിക്കലെങ്കിലും രുചിച്ചാൽ പിന്നെ ഒരിക്കലും ഭയക്കേണ്ടി വരില്ല. ഇനി നിങ്ങൾ തന്നെ ആലോചിച്ചു നോക്കൂ, എപ്പോഴെങ്കിലും നിങ്ങൾ വലിയൊരു പ്രയാസത്തിലായിരുന്നപ്പോൾ നിങ്ങൾ ചിന്തിക്കുക പോലും ചെയ്യാത്തൊരു പരിഹാരം പെട്ടെന്ന് വന്നിട്ടില്ലേ? ഏതെങ്കിലും വഴി അടഞ്ഞപ്പോൾ പെട്ടെന്ന് പുതിയൊരു വാതിൽ തുറക്കപ്പെട്ടില്ലേ? നിങ്ങൾ തീർത്തും ഒറ്റയ്ക്കായപ്പോൾ നിങ്ങളെ താങ്ങാൻ ആരെങ്കിലും വന്നിട്ടില്ലേ? ഇതെല്ലാം ആ പ്രപഞ്ചത്തിന്റെ ചെറിയ ചെറിയ അടയാളങ്ങളാണ്, ഇഷാരകളാണ്. അത് എപ്പോഴും നിങ്ങളെ കാണുന്നുണ്ട്. എപ്പോഴാണ് നിങ്ങൾ ആ പിടിവാശി ഉപേക്ഷിച്ച് ഇനി നീ നോക്കിക്കോ എന്ന് പറയുക എന്ന് അത് കാത്തിരിക്കുകയാണ്. കാരണം ഉത്കണ്ഠപ്പെടുക എന്നത് എന്നേക്കാൾ നന്നായി ഇത് ചെയ്യാൻ ആർക്കും കഴിയില്ല എന്ന് സമ്മതിക്കുന്നതിന് തുല്യമാണ്. എന്നാൽ സത്യം നേരെ മറിച്ചാണ്. നിങ്ങളെ സൃഷ്ടിച്ച ശക്തിക്ക് നിങ്ങളെക്കാൾ 1,00,000 മടങ്ങ് അറിവുണ്ട്. നിങ്ങൾക്ക് കാണാൻ കഴിയാത്തത് അതിന് കാണാൻ കഴിയും. എപ്പോൾ ഏത് സമയത്ത് നിങ്ങളെ ഏത് വഴിയിലേക്ക് തിരിക്കണമെന്ന് അതിന് നന്നായി അറിയാം. നിങ്ങളുടെ ജോലി ഇത്രമാത്രമാണ്: സ്വയം ആ വിശ്വാസത്തിന് വിട്ടുകൊടുക്കുക. നിങ്ങളുടെ കടമ ചെയ്യുക, ബാക്കി അതിന് വിട്ടുകൊടുക്കുക. ഒരു വിത്ത് മണ്ണിൽ പാകിയാൽ നമ്മളത് ഇടയ്ക്കിടെ മാന്തി നോക്കാറില്ലല്ലോ, മുളച്ചോന്ന്. അതിനുള്ളിൽ ജീവനുണ്ടെന്നും സമയമാകുമ്പോൾ അത് പുറത്തുവരുമെന്നും നമുക്കറിയാം. അതുപോലെ നിങ്ങളുടെ ഓരോ പ്രാർത്ഥനയ്ക്കും ഒരു സമയമുണ്ട്, ഓരോ മറുപടിക്കും ഒരു സമയമുണ്ട്, ഓരോ മുറിവും ഉണങ്ങാൻ ഒരു കാലമുണ്ട്. ഇതിനിടയിൽ നിങ്ങൾ ഹൃദയം നിറയെ ഭാരം വെച്ചാൽ നിങ്ങളുടെ മുന്നിൽ നടക്കുന്നതൊന്നും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഒന്നും നടക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നും. എന്നാൽ സത്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ടാകും. നിങ്ങളുടെ കാഴ്ചപ്പാട് മാറ്റിയാൽ മാത്രം മതി. പലപ്പോഴും നമ്മളുണ്ടാക്കിയ പ്രശ്നങ്ങളിൽ നമ്മൾ തന്നെ കുടുങ്ങിപ്പോകുന്നു. പുറത്തേക്കുള്ള വഴി കാണാൻ കഴിയില്ല. എന്നാൽ മതി, ഇനി വയ്യ, ഇനി ഇത് നിന്റേതാണ് എന്ന് നിങ്ങൾ പറയുമ്പോൾ സത്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ കെട്ടുകൾ അഴിച്ചുമാറ്റുകയാണ്. നിങ്ങളുടെ മനസ്സിന്റെ മുറി കാലിയാകുന്നു. അവിടെ പുതിയ വെളിച്ചം വരാൻ ഇടം കിട്ടുന്നു. ഒന്ന് ചിന്തിക്കൂ, നിങ്ങൾ വിലപ്പെട്ട എന്തെങ്കിലും കയ്യിൽ വളരെ മുറുകെ പിടിച്ചാൽ നിങ്ങളുടെ കൈകൾക്ക് കാലിയായിരിക്കാൻ കഴിയുമോ? ആ സമയത്ത് നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും പിടിക്കാൻ കഴിയുമോ? നിങ്ങളത് താഴെ വയ്ക്കാത്തിടത്തോളം നിങ്ങളുടെ കൈകൾ കാലിയാകില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ ദുഃഖവും ഭയവും ആശങ്കയും നിങ്ങൾ മുറുകെ പിടിച്ചിരുന്നാൽ പ്രപഞ്ചത്തിന് പുതിയതൊന്നും നിങ്ങൾക്ക് തരാൻ കഴിയില്ല. ചിലപ്പോൾ നമ്മൾ ഇത്രമാത്രം പറഞ്ഞാൽ മതി: ഞാൻ തോൽവി സമ്മതിക്കുന്നു, പക്ഷേ അത് നിന്റെ മുന്നിലാണ്. കാരണം എന്റെ തോൽവി നിന്റെ വിജയമാണ് എന്നെനിക്കറിയാം. ഞാൻ ഒഴിഞ്ഞു മാറുന്നത് നിനക്ക് പ്രവർത്തിക്കാനുള്ള ഇടം നൽകാനാണ്. അപ്പോഴാണ് ആ അത്ഭുതം നടക്കുന്നത്. കാരണം വിട്ടുകൊടുക്കുന്നത് ബലഹീനതയല്ല, വിട്ടുകൊടുക്കുന്നത് ഒരു ശക്തിയാണ്. കാരണം വിട്ടുകൊടുക്കാൻ ധൈര്യം വേണം. ഒരു കുട്ടിയെ നോക്കൂ, അവൻ തന്റെ മാതാപിതാക്കളെ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എന്തുകൊണ്ട്? കാരണം അവർ തന്റെ നല്ലതേ ആഗ്രഹിക്കൂ എന്ന് അവനറിയാം. അതേ വിശ്വാസം പ്രപഞ്ചത്തിലും അർപ്പിക്കണം. ഇനി ആർക്കെങ്കിലും പറയാം, നമ്മൾ ഉത്കണ്ഠപ്പെട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെ തയ്യാറെടുക്കും? എന്നാൽ കേൾക്കൂ, തയ്യാറെടുപ്പും ഉത്കണ്ഠയും 2 വ്യത്യസ്ത കാര്യങ്ങളാണ്. തയ്യാറെടുപ്പ് എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്തു എന്നാണ്. എന്നാൽ ഉത്കണ്ഠ എന്നാൽ നിങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു എന്നാണ്. തയ്യാറെടുപ്പ് നിങ്ങളെ ശക്തനാക്കുന്നു, എന്നാൽ ഉത്കണ്ഠ നിങ്ങളെ തകർക്കുന്നു. അതുകൊണ്ട് തയ്യാറെടുക്കുക, എന്നിട്ട് അത് പ്രപഞ്ചത്തിന് സമർപ്പിക്കുക. പറയുക, ഞാൻ എന്റെ ജോലി ചെയ്തു, ഇനി നിന്റെ ജോലി തുടങ്ങുന്നു. പലരും ചോദിക്കാറുണ്ട്, ഞാൻ എല്ലാം വിട്ടുകൊടുത്തിട്ടും പ്രപഞ്ചമെന്നെ കാത്തുരക്ഷിച്ചില്ലെങ്കിലോ? ഓർക്കുക, ഇന്നുവരെ ഓരോ ദിവസവും നിങ്ങളെ രക്ഷിച്ചവൻ ഇനി രക്ഷിക്കില്ലേ? ഇന്നുവരെ ഓരോ പ്രയാസത്തിലും വഴി കാണിച്ചവൻ ഇനി കണ്ണടയ്ക്കുമോ? നിങ്ങളെ ഇവിടം വരെ എത്തിച്ചത് പാതിവഴിയിൽ ഉപേക്ഷിക്കാനാണെന്നാണോ നിങ്ങൾ കരുതുന്നത്? ഓരോ തവണയും അവൻ നിങ്ങളെ പിടിക്കുന്നുണ്ട്. നിങ്ങൾ കണ്ണു തുറന്നു നോക്കാൻ പഠിക്കണം എന്ന് മാത്രം. അങ്ങനെ നോക്കാൻ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം ശരിയായിരുന്നു എന്ന്. ഓരോ വേദനയും, ഓരോ കണ്ണുനീരും, ഓരോ താമസവും എല്ലാം ശരിയായിരുന്നു. കാരണം അതാണ് നിങ്ങളെ ഇന്നത്തെ നിങ്ങളാക്കി മാറ്റിയത്. ഇനി സംഭവിക്കാൻ പോകുന്നതും ശരിയായിരിക്കും. കാരണം ഇപ്പോൾ നിങ്ങളത് അവനെ ഏൽപ്പിച്ചു കഴിഞ്ഞു. നിങ്ങൾ നിങ്ങളുടെ ഭാരത്തിൽ നിന്ന് കൈ പിൻവലിക്കുമ്പോൾ നിങ്ങളുടെ കൈകൾ കാലിയാകുന്നു. ആ കാലിയായ കൈകൾക്ക് ഇതുവരെ നിങ്ങളുടെ മുഷ്ടിയിൽ ഒതുങ്ങാത്ത പലതും പിടിക്കാൻ കഴിയും. ഓർക്കുക, നിങ്ങളുടെ കണ്ണുനീർ കാണപ്പെടുന്നുണ്ട്, നിങ്ങളുടെ രാത്രികൾ കേൾക്കപ്പെടുന്നുണ്ട്,
നിങ്ങളുടെ ഉള്ളിലെ ചലനങ്ങൾ അറിയപ്പെടുന്നുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കാം, പക്ഷെ അനാഥരല്ല. ഇന്ന് രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഒരു തവണ പറയൂ, എല്ലാം നിന്റേതാണ്. എന്റെ ഭയം, എന്റെ പ്രതീക്ഷ, എന്റെ അധ്വാനം, എന്റെ കണ്ണുനീർ, എല്ലാം നിന്റേത്. ഇനി നീ എന്നെ എവിടേക്ക് നയിക്കും എന്ന് ഞാൻ നോക്കട്ടെ. വിശ്വസിക്കൂ, ആ നിമിഷമാണ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഒരു ഭാരം ഇറങ്ങിപ്പോകുന്നത്. ആ നിമിഷമാണ് എല്ലാ ഉത്കണ്ഠകളും അസ്വസ്ഥതകളും അലിഞ്ഞുപോകുന്നത്. കാരണം ഇപ്പോൾ നിങ്ങൾ മാത്രമല്ല അത് ചുമക്കുന്നത്, ഇപ്പോൾ മറ്റൊരാളും കൂടി നിങ്ങളുടെ കൂടെ അത് ചുമക്കുന്നുണ്ട്. ഇനിയൊന്ന് നിൽക്കൂ, ശ്വാസം നിറച്ച് സ്വയം അനുഭവിക്കൂ. ചിന്തിക്കൂ, നിങ്ങൾ വിഷമിച്ചിരുന്ന ആ കാര്യങ്ങൾ ഇപ്പോൾ ഒരു ഭാരമല്ല, അതൊരു വിശ്വാസമാണ്. ഇപ്പോൾ അത് അവന്റെ കൈകളിലാണ്. നിങ്ങൾ വിശ്വസിക്കുമ്പോൾ അവനും പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നു, ഇനി നോക്കിക്കോളൂ, എല്ലാം ശരിയാകും. ഇനി ഈ യാത്രയുടെ അവസാനത്തെയും ഏറ്റവും മനോഹരമായ ഭാഗം. നിങ്ങൾ പൂർണ്ണഹൃദയത്തോടെ പ്രപഞ്ചത്തിന് കീഴടങ്ങുമ്പോൾ വാക്കുകളിൽ പറയാൻ കഴിയാത്ത ഒരു സമാധാനത്തിന്റെ നദി ഉള്ളിലൊഴുകുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടും. ഏതോ അദൃശ്യശക്തി നിങ്ങളുടെ തലയിൽ കൈവച്ചതുപോലെ എല്ലാ അസ്വസ്ഥതകളും ശാന്തമാകും. വർഷങ്ങളായി നിങ്ങളുടെ ഉള്ളിൽ നിറഞ്ഞ കണ്ണുനീരിന്റെ മേഘം പെയ്തിറങ്ങി ഭൂമിയെ തണുപ്പിക്കുന്നതുപോലെ, നിങ്ങളുടെ ഉള്ളിൽ പച്ചപ്പ് മുളയ്ക്കുന്നതുപോലെ. ഇതാണ് ആ അനുഭവം. താൻ ഒറ്റയ്ക്കല്ലെന്നും ഒരിക്കലുമായിരുന്നില്ലെന്നും ഒരിക്കലുമാകില്ലെന്നും മനുഷ്യൻ തിരിച്ചറിയുന്ന നിമിഷം. ഓരോ ശ്വാസത്തിലും ആരോ ഒരാൾ അവന്റെ കൈപിടിച്ച് കൂടെയുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കാൻ പഠിച്ചപ്പോൾ ആ കൈ കൂടുതൽ ശക്തിയോടെ നിങ്ങളുടെ കൈകളിൽ ചേർന്നു നിൽക്കുന്നു. പ്രപഞ്ചത്തിന്റെ നിയമം വളരെ ലളിതമാണ്. നിങ്ങൾ എത്രത്തോളം ഭാരമിറക്കി വയ്ക്കുന്നുവോ അത്രത്തോളം അത് ലഘൂകരിക്കപ്പെടും. നിങ്ങൾ എത്രത്തോളം സ്ഥലം കാലിയാക്കുന്നുവോ അത്രത്തോളം അത് നിറയ്ക്കും. നിങ്ങൾ എത്രത്തോളം വിശ്വസിക്കുന്നുവോ അത്രത്തോളം അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. നാളെ എന്തു സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് പേടിയുണ്ടാവില്ല. കാരണം നാളെ നിങ്ങളുടെ കയ്യിലല്ലെന്നും അത് നല്ലതായിരിക്കുമെന്നും നിങ്ങൾക്കറിയാം. ഇന്നലെ എന്തിനങ്ങനെ സംഭവിച്ചു എന്ന് നിങ്ങൾക്ക് കുറ്റബോധമുണ്ടാവില്ല. കാരണം നടന്നതെല്ലാം നടക്കേണ്ടതായിരുന്നു എന്ന് നിങ്ങളിപ്പോൾ മനസ്സിലാക്കുന്നു. ഇനി എന്ത് ചെയ്യണം എന്ന ആശങ്കയുണ്ടാവില്ല. കാരണം സമയമാകുമ്പോൾ വഴി തുറന്നു കിട്ടുമെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ഒരു നദി കരകളിൽ തട്ടിയിട്ടും ഒഴുകുന്നത് നിർത്താതെ ഒടുവിൽ സമുദ്രത്തിൽ ചെന്നു ചേരുന്നത്? എന്തുകൊണ്ട്? കാരണം നിന്നു പോകുന്നത് അതിന്റെ സ്വഭാവത്തിനെതിരാണെന്നതിനറിയാം. അടഞ്ഞുപോകുന്ന വഴിക്ക് പകരം പ്രപഞ്ചം മറ്റൊരു വഴി തുറന്നുകൊടുക്കുമെന്ന് അതിനറിയാം. ഇതേ നിയമം തന്നെയാണ് നിങ്ങൾക്കും. വഴി ലഭിക്കും, എപ്പോഴും ലഭിക്കും. ഇനി ഒരു തവണ നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കൂ. ആ ഭാരം എവിടെ പോയി? ആ അസ്വസ്ഥത എവിടെ പോയി? നെഞ്ചിലെ ആ കെട്ട് ഇപ്പോൾ എന്താ അയഞ്ഞതുപോലെ? കാരണം നിങ്ങൾ അത് വിട്ടുകൊടുത്തു. കാരണം ഇനി ഇത് നിന്റേത് എന്ന് നിങ്ങൾ ഇന്ന് പറഞ്ഞു കഴിഞ്ഞു. വിശ്വസിക്കൂ, ഇനി മുതൽ ഓരോ ദിവസവും കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഓരോ രാത്രിയും കുറച്ചുകൂടി നല്ല ഉറക്കം നൽകും. ഓരോ പ്രഭാതവും കുറച്ചുകൂടി പ്രതീക്ഷ നിറഞ്ഞതാകും. കാരണം ഇപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഇപ്പോൾ നിങ്ങൾ വിശ്വാസത്തിലാണ് ജീവിക്കുന്നത്. നിങ്ങൾക്ക് ശരിയായത് മാത്രമേ ലഭിക്കൂ എന്നും ശരിയായ സമയത്ത് എല്ലാം ശരിയാകുമെന്നും നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഇന്ന് ഇപ്പോൾ തന്നെ അദൃശ്യമായ ആകാശത്തുനിന്ന് എന്തോ പിടിക്കാൻ പോകുന്നതുപോലെ നിങ്ങളുടെ രണ്ട് കൈകളും തുറന്നു പിടിക്കുക. കണ്ണുകൾ അടയ്ക്കുക. എന്നിട്ട് ഒരിക്കൽ കൂടി വളരെ സ്നേഹത്തോടും ആദരവോടും കൂടി നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പറയുക, ഇനി എല്ലാം നിന്റേതാണ്. എന്റെ കണ്ണുനീർ, എന്റെ ചിരി, എന്റെ ഭയം, എന്റെ അധ്വാനം, എന്റെ പ്രതീക്ഷകൾ എല്ലാം നിന്റേതാണ്. ഇനി നടക്കാൻ പോകുന്നതെല്ലാം നല്ലതിനാണ്. അപ്പോൾ നിങ്ങളുടെ ആത്മാവ് പുഞ്ചിരിക്കുന്നത് നിങ്ങൾ കാണും. കാരണം അതെപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരുന്നത് അതിന് ലഭിച്ചു കഴിഞ്ഞു, വിശ്വാസം. സുഹൃത്തുക്കളെ, ഈ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. ഇതുതന്നെയാണ് എനിക്ക് വലിയ കാര്യം. നിങ്ങളുടെ കണ്ണുകൾ അല്പമെങ്കിലും നിറഞ്ഞെങ്കിൽ, മനസ്സ് അല്പമെങ്കിലും ശാന്തമായെങ്കിൽ വിശ്വസിക്കൂ, എന്റെ വാക്കുകൾ കേൾക്കപ്പെട്ടു. ഇനി നിങ്ങളോട് ഒരു വിനീത പ്രാർത്ഥന. ഈ വീഡിയോ നിങ്ങളുടെ ഉള്ളിൽ ഒരു ചെറിയ തീപ്പൊരിയെങ്കിലും ഉണ്ടാക്കിയെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ സ്പർശിച്ചത് എന്താണെന്ന് താഴെ കമന്റ് ചെയ്ത് പറയുക. ഈ വാക്കുകൾ മറ്റൊരാളുടെ രാത്രിയെയും പ്രകാശിപ്പിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത്.